കേറി. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ വെള്ളം യൂണിഫോം ഒക്കെ ഒരാഴ്ച കിട്ടുള്ളൂ. ാണ് പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ മഴയ്ക്ക് ഇങ്ങനെ നിക്കണ കാരണം ഇവിടെ വെള്ളം നിന്നി. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് വെള്ളം കേറിയിട്ട് നിന്ന സ്ഥലമാട്ടപ്പോ ഇത് നോക്കിയേ. ഇപ്പൊ ഈ ഒരു സ്ഥലം കാണുമ്പോ നമുക്ക് ഇതേപോലെ ഒരു വെള്ളം വന്നൊരു സ്ഥലമാണെന്ന് തോന്നിയില്ല. ആ രീതിയിലാണ് നന്നായിട്ട് ഉണങ്ങി ഇങ്ങനെ ഇരിക്കണേ. ഈ തിണ്ടിന്റെക്കും ഒപ്പത്തിനാണ് വെള്ളം പോയതിട്ടാ. ഈ തിണ്ടിന്റെ ഒപ്പത്തിന് അതിങ്ങനെ ഫുള്ള് പോയി. പിന്നെ നമ്മുടെ കാർ പോർച്ചിന്റെ അവിടേക്ക് കുറച്ച് ഭാഗം കയറി. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ വെള്ളം ആ കാർ പോർച്ച് വരെ വന്നോളൂ കേട്ടാ. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ മഴ പെയ്യേണ്ടി നിന്നപ്പോ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഇപ്പൊ കാണുമ്പോ ആരെങ്കിലും പറയൂ ഇതേപോലെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണിതെന്ന്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കൺമണിക്കുട്ടി സ്കൂളിൽ പോകാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺമണിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവാം. സ്കൂളിൽ പോണ അവളുടെ വിശേഷങ്ങളൊക്കെ കാണാട്ടാ. പോയോട്ടാ. ഇതാണ് നമ്മുടെ കൺമണിക്കുട്ടിയുടെ വീട്. നമ്മുടെ വീട്ടിൽ നിന്ന് 2 വീട് അപ്പുറമായിട്ടായിട്ട് നമ്മുടെ കൺമണിക്കുട്ടിയുടെ വീട്. അപ്പൊ കൺമണിക്കുട്ടിയുടെ വീട്ടില് ഉണ്ടായി നിൽക്കണതായിട്ട് നോക്കിയേ ചാമ്പക്കായ നല്ല റെഡ് കളറിലാണ്. അപ്പൊ ഇനി നമ്മുടെ കൺമണിക്കുട്ടിയുടെ അടുത്തേക്ക് പോട്ടെ, എന്താ ചെയ്യണേ നോക്കട്ടെ. നമ്മുടെ കൺമണിക്കുട്ടി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുന്നിട്ടാ. അതെ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മ. കൺമണിക്കുട്ടി ആരൊക്കെ പോണേ സ്കൂളിലേക്ക്? അച്ഛമ്മ അച്ചാച്ചനാണ് കൺമണിക്കുട്ടി കൊണ്ടാക്കണല്ലേ. എവിടെ കൺമണിക്കുട്ടി ബാഗൊക്കെ കാണിച്ചേ? കുഞ്ഞ ബാഗ് എന്തൊക്കെ കൊണ്ടുപോണേ കൺമണിക്കുട്ടി? ഓക്കെ ഓക്കെ എന്നിട്ടാണ് പറഞ്ഞേ നെല്ലടി വേഗം ഒരു വെള്ളം കുപ്പി കൊണ്ടുപോകണ്ടേ കൺമണിക്കുട്ടി. പിന്നെ എന്താ കൊണ്ടുപോണേ? പിന്നെ ബ്രേക്ക് സ്നാക്സ് കഴിക്കാനായിട്ട് കൊണ്ടുപോണ്ട്. പിന്നെ ഇപ്പൊ വിടും അവരെ. ഇന്നിപ്പോ സ്കൂൾ അധികം ടൈമൊന്നും ഉണ്ടാവില്ലോ ചേച്ചിയാ. അപ്പൊ എനിക്ക് വലിയ ചേച്ചിയായിട്ട് ഈ സമയത്ത് വീഡിയോ പിടിച്ചിരുന്നേ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മ. അപ്പൊ പിന്നെ കൺമണിക്കുട്ടി എത്ര വന്നേ? 1ലേക്ക്. ഏത് സ്കൂളിൽ പഠിക്കണേന്ന് പറഞ്ഞേ? സെന്റ് റാഫേലാണ് നമ്മുടെ ഉള്ളൂര്. നമുക്ക് അടുത്താട്ടാ, അത്തിരി വരെ പോകണം. അപ്പൊ ഇനി ബാഗൊക്കെ ഇട്ട് നമ്മുടെ കൺമണിക്കുട്ടി പോവാ റെഡി. യൂണിഫോം ഒക്കെ ഇനി ഒരാഴ്ച കിട്ടുള്ളൂ. കാരണം 1ലേക്ക് ആയ കാരണം തന്നെ യൂണിഫോം ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ കൺമണി? കൊടുത്തേ. ആ പുതിയ കൊടയുള്ളൂ കേട്ടെ കൺമണിക്കുട്ടിക്ക്. നമ്മുടെ അല്ലു വരുന്നിട്ട് നമ്മുടെ കൺമണിക്കുട്ടീനെ കണ്ടപ്പോ സ്കൂളിൽ പോകാനായിട്ട് നമ്മുടെ കൺമണിക്കുട്ടി വണ്ടിയമ്മ കയറുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇപ്പൊ നമ്മുടെ അല്ലു ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി നമ്മുടെ അല്ലുവിനോട് കൂടി യാത്ര പറഞ്ഞിട്ടായിട്ട് അതാ സ്കൂളിലേക്ക് പോകാൻ നോക്കണേ. ആ മതിയിട്ട പൊന്നോ, ഞാൻ കൈ കഴുകിട്ട് കയറിയാ മതിയിട്ടാ. ആ ചെല്ലേ ദേ അച്ചാച്ചനും മമ്മി നോക്കിക്കണേ ചെല്ലേ. നമ്മുടെ അല്ലുവിനെ തൊട്ടൊക്കെ നമ്മുടെ കൺമണിക്കുട്ടി കൈയൊക്കെ കഴുകിയതിന് ശേഷമായിട്ടാ ഇനിയിപ്പോ വണ്ടിയമ്മ കയറാൻ പോണത്. അപ്പോൾ ടാറ്റയ്ക്കുന്നത് നമ്മുടെ കൺമണിക്കുട്ടി പോവാട്ടാ. ഞാനാണിപ്പോൾ വീഡിയോ പിടിക്കുന്നത്. ഷായറ്റിനും ഇല്ല എനിക്കൊന്ന് അടുത്തേക്ക് ചെല്ലായിരുന്നു കൺമണിക്കുട്ടിയുടെ. അങ്ങനെ നമ്മുടെ കൺമണിക്കുട്ടി ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോയി. എന്താ കുട്ടികളെ, ഇനി നമ്മളുണ്ടല്ലോ എഗ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കോഴിമുട്ട പറക്കണം. നമുക്ക് ആവശ്യമുള്ള മുട്ടയായിട്ട് ഞാൻ പറക്കിയെടുത്തിട്ടുള്ളോ.
സിംകുട്ടാ, നമ്മുടെ സിംബേനെ ഇപ്പൊ കൊറേ നാളുകളായിട്ട് കാട്ടിയിട്ടാ. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും നമ്മുടെ എന്റെ കൈമ സിംബ കടിച്ച പിന്നെ നമ്മൾ ഇതുവരെ സിംബേനെ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ സിംബ ഇവിടെ ഇല്ലേ, സിംബ എന്താ ഉണ്ടായെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സിംബ ഇവിടെ ഉണ്ട്. ഞാനും സിംബി ഇപ്പൊ ഭയങ്കര ഫ്രണ്ട് തന്നെയാട്ടാ. കടി കിട്ടിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പിണങ്ങിയിട്ടൊന്നുമില്ല. സിംബുട്ടെ വയ്യ, സിംബുട്ടിനൊന്ന് കാണട്ടെ. എന്താ സിംബുട്ട് നല്ല ഫുഡ് കഴിക്കാനല്ല, ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അവനൊരു ഹോബി ആട്ടെ. അവിടെ ഇരിക്കടാ. ഇതാണ് സിംബ. സിംബ നല്ല കുട്ടിയാണ്. ഇപ്പൊ കുറുമ്പൊന്നും ഇല്ല അവന്. പക്ഷെ ഇപ്പൊ അവന് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് വീട്ടിലിടുന്നത്. കാരണം അവനെ നമ്മളിപ്പോ ഇവിടെ ഈ സിറ്റ് ഔട്ടിലാണ് ഇടുന്നത്. അപ്പൊ ഇവന്റെ സ്വഭാവം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ സ്റ്റീൽ കമ്പി നമ്മൾ കൊടുത്തിട്ടില്ലേ, അതിന് കൂടെ നടക്കുക. അങ്ങനെ ഇപ്പൊ ഇവന് ബെൽറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിടാണ് ചെയ്യണേ. നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോ മാത്രാണ് അവനെ ഇങ്ങനെ അയച്ചു വിടുള്ളൂ കേട്ടാ. അപ്പൊ സിംബ ഇവിടെ ഉണ്ട്. ഞാനും സിംബി ഭയങ്കര ഹാപ്പി തന്നെയാട്ടാ. അല്ലടാ, നിന്റെ വിശേഷം ചോദിക്കല്ലാവരും. നീ നല്ല മോനായോന്ന്, കുറുമ്പൊക്കെ മാറിയോന്ന്. ഇത് പിന്നെ അന്ന് പിന്നെ കുറുമ്പായിട്ടൊന്നല്ല. കാരണം അവന്റെ മുടി ഞാൻ ഈരി കൊടുക്കുമ്പോ പെട്ടെന്ന് അവന് ഇടയിൽ പെട്ടപ്പോ വേദന എടുത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് കടിച്ചിട്ടുള്ളത് അവൻ. അല്ലെങ്കിൽ അവരങ്ങനെ ആക്രമിക്കൊന്നുമില്ല. അപ്പൊ സിംബനാണ്ടില്ലേ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ പറമ്പില് ചേനക്കൊക്കെ ചാണോ അതേപോലെ തന്നെ ചേന മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. മുളയ്ക്കാൻ നല്ല അത്യാവശ്യം ഹൈറ്റ് വന്നു. മഴയൊക്കെ ആയ കാരണം നമുക്ക് വൈകിപ്പോയി ഇടാനായിട്ട്. അപ്പൊ ചാണം അതേപോലെ തന്നെ ചവറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ പറമ്പിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഞങ്ങൾ പോട്ടെ. നമുക്ക് ചുമ്പട്ടെ പോട്ടേട്ടാ. ഭയങ്കര സങ്കടാട്ടോ നമ്മളെ കാണാണ്ടായി. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്ക്. ഇതാ നിന്റെ മുഖം ഒന്ന് കാണട്ടടാ. അതാ പറഞ്ഞ അവൻ അതിനേക്കാളും ബോസാ. നോക്കില്ല, നമ്മൾ എപ്പ ക്യാമറ കൊടുത്താലും അവന് നോക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ നീ ഇവിടെ എടുക്ക. ഇവന് ഞാൻ ചങ്ങലിക്ക് ഇട്ടിട്ടാണ് ഇവിടുന്ന് പോരുള്ളൂ. സിംബുട്ടാ എടുക്കട്ടെ നിന്റെ ചങ്ങല? വേണ്ടാന്നാ കണ്ണടക്കി നോക്കിയേ. വേണോ? എനിക്ക് നിന്നെ വിശ്വാസമില്ല ചങ്ങല ഇടാണ്ട് പോവാനായിട്ട്. കണ്ണടച്ചുറങ്ങിയ പോലെ കിടക്കവേ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പില് ചേനക്കൊക്കെ ചാണിടാറായിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മള് ആ പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാ ചേനയ്ക്ക് നോക്കിയ ഇല വിരിഞ്ഞു തുടങ്ങി ചിലത്. പക്ഷെ ഈ ഇല വിരിയണേക്കാളും മുന്നായിട്ട് വേണം നമ്മള് ചേനക്കൊക്കെയും ചാണം ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കൂമ്പൊക്കെ വന്ന് ഏതാണ്ട് ഇത്രത്തോളം ഒരു ഹൈറ്റ് ആകുമ്പോഴേക്ക് തന്നെ ചാണൊക്കെ ഇട്ട് മണ്ണ് ഇടേണ്ടതാണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ മഴയ്ക്ക് ഇങ്ങനെ നിൽക്കണ കാരണം ഇവിടെ വെള്ളം നിന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇടാൻ നേരം വൈകി. ഇന്നപ്പൊ അതൊക്കെയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ചേമ്പ് അതേപോലെ മഞ്ഞള് ഇഞ്ചി അതൊക്കെ ഇങ്ങനെ മുള വരുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോ മെയിനായിട്ട് നമ്മുടെ ചേനക്കൊക്കെയാണ് നമ്മൾ മണ്ണിടുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വെള്ളം നിന്നിട്ട് നമ്മുടെ പച്ചക്കറികൾ ഞാൻ കാട്ടി തരാം കേട്ടാ. വലിയ കാര്യമായിട്ട് ആരും അങ്ങനെ നശിച്ചു പോയിട്ടില്ല. പിന്നെ നമ്മള് നോക്കിയേ ഒരു ടെമ്പ ചാണ അടിച്ചു കൂട്ടാ. കാരണം നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പോയി കൊണ്ടുവരാറ്. ഇപ്പൊ മഴയൊക്കെ ആകുമ്പോ പോയി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ മഴക്കാലത്ത് നമ്മൾ എപ്പോഴും ഒരു ടെമ്പോ ചാണകം ഇങ്ങനെ അടിച്ചിടും. ആ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ളത് കേട്ടാ. പയറിന്റെ കുറച്ച് കടകളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചിലമൊക്കെ ഇല്ലേമ പൂവിട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇങ്ങനെ മെയിൻ ആയിട്ട് നോക്കിയാ വഴുതനങ്ങ കടകൾ ഒന്നും പോയില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു വർഷക്കാലത്ത് വഴുതനങ്ങയൊക്കെ ഉണ്ടായി കിട്ടാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതാ വഴുതനങ്ങയ്ക്ക് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും മുട്ടായിട്ടുണ്ട്. ഇതാ ഇതിമേക്ക് ഇതാ പൂ വിരിഞ്ഞു തുടങ്ങി. കണ്ടാ ഇലയമൊക്കെ ഓട്ടകൾ വരുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ അടിയാട്ടം നോക്കേണ്ടത്. ഇപ്പൊ ഇത് മോട്ട ഉണ്ടെങ്കിലും പുഴുക്കടി ഒന്നുമില്ല. അത് മഴക്കാലത്തിന്റെ തോന്നുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വെണ്ടത്തൈ ആയാലും കുഴപ്പമില്ല. ഇതിൽ ഒരു 4-5 പേരൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ വഴുതനങ്ങയ്ക്ക് വെണ്ടയ്ക്ക് ഒക്കെ ചാണകം നമുക്ക് ഇന്ന്. പിന്നെ നോക്കിയ തക്കാളി തൈ ആയാലും ഇതേപോലെ 3-4 എണ്ണം പോയിട്ടുണ്ട്. എന്നാലുള്ളവര് തന്നെ ഇത്തിരി ഹൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തക്കാളിക്ക് നമ്മള് വെണ്ണീറായിട്ട് ഇട്ട് കൊടുക്കുക. ചാളം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ നമ്മൾ നോക്കി കൊത്തമ്പര നോക്കി ഒന്നും പോയില്ല. എല്ലാവരും പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറ്റിച്ചെടികളെ പോലെയുള്ള കൊത്തമ്പര അതേപോലെ നമ്മുടെ വഴുതനങ്ങ അതിനൊന്നും മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മള് പ്രതീക്ഷിക്കാണ്ട് നട്ട ആളുണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി.
നോക്കിയേ ഒറ്റ കട പോയിട്ടില്ല. അപ്പൊ പൂ വരെ ഇട്ടിട്ടുണ്ട്. കപ്പലിന്റെ കടയ്ക്ക് കപ്പലിന്റെ ഉണ്ടാവോ ഇല്ലെന്നാണ് ഇനി അറിയണ്ടോ ഈ മഴയുടെ ടൈമില്. പക്ഷെ ചെടികൾക്കൊന്നും ഒരു നാശാവാനല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ നമ്മുടെ അപ്പുറത്തെ കൂർക്ക നമ്മള് പാവിതെല്ലാതും മുളച്ചു വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് കൂർക്കത്തലയ്ക്ക് വേണ്ടി പാവിയിട്ടുള്ളതാട്ടാ. അപ്പൊ അവരൊക്കെയാണ് മുള വന്നിട്ട് ഇങ്ങനെ നിക്കണത്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നന്നായി പടർന്നവര്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിണ്ടായിരുന്നല്ലോ കൂർക്കത്തല നടണത്. അതിൽ 1-2 ഒന്ന് പോയിട്ടുണ്ടല്ലോ കേട്ടാ. ബാക്കിയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ മഴവെള്ളം കേറിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചേനയ്ക്കും അതേപോലെ വഴുതനങ്ങ, വെണ്ട, കൊത്തമ്പര ഇവർക്ക് ചാണകം, തക്കാളിക്ക് വെണ്ണീറാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണേട്ടാ. ചാർലി, നീ എന്തിനാണ് വന്നേ? എന്ത് ചാർലി കുട്ടാ? ചാർലി, ഞാൻ പാപ്പ് എടുക്കാണ്ടല്ലോടാ വന്നത് ഇങ്ങട്. അങ്ങോട്ട് വരണ്ടേ നിനക്ക് പാപ്പ് കിട്ടണെങ്കി? അപ്പൊ നമ്മളെ ചേനയ്ക്ക് നോക്കിയേ, അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ടേട്ടാ. നമ്മളിങ്ങനെ ചുറ്റും ആവേണ്ട രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കും. ഇനി അതിന്റെ മുകളിൽ ചവറിടും. അപ്പൊ ഇതേപോലെ ചവറ് അല്ല നമ്മള് ചാണിടാം കേട്ടാ. അപ്പൊ ഞാൻ എല്ലാത്തിനും കിടക്കിലേക്ക് ആദ്യം കുറച്ച് ചവറിടും. ഒരു 5-8 എണ്ണത്തിനൊക്കെ ചാണിട്ട് പിന്നെ ചവറിടും. അപ്പോഴേക്ക് ഷായട്ടം വരും. അപ്പൊ ഷായട്ടം മഴയിട്ട് തുടങ്ങുമ്പോ എനിക്ക് എല്ലാ ഭാഗത്തും ഓരോന്ന് ചെയ്ത് തുടങ്ങാലോ. ആ ചാണം തിന്നാൻ നിൽക്കല്ലേ. ചാണകത്തുമ്പോ തുടരുത്തിട്ടാ ചാർലി. അവൻ അതാ ചെയ്യണുള്ളൂ നോക്കിയേ. ഈ തരത്തിലൊക്കെ നമ്മുടെ ഇഞ്ചിയാട്ടാ. ഇഞ്ചിടാ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയൊക്കെ മുളച്ച് വരണുള്ളൂന്ന്. ഇതൊക്കെ ഇഞ്ചിയാണ് മുളച്ച് വരണേ. പേടിച്ചോ ചാർലി? ഇനിയിപ്പൊ ഞാനേ ചവറ് വായിടാൻ പോവാണ്. എന്നിട്ട് പിന്നെ ഷായട്ടിനെ വിളിക്കാം മണ്ണിടാനായിട്ട്. അയ്യേ, നീ ചാടാണ് ഇവിടെ തിന്നണേ ചെക്കൻ. നമ്മുടെ ഇങ്ങനത്തെ ചൂല് നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ ഈർക്കിളി ചൂലുകൊണ്ട് അടിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു സ്മിത ഈർക്കിളി ചൂലുകൊണ്ട് അടിക്കല്ലേ. അതായത് നമുക്കിങ്ങനെ പാമ്പിന്റെ ഒക്കെ ശല്യം കൂടുതലായ കാരണം ചവറിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോ പാമ്പ് കുട്ടികളൊക്കെ കിടക്കുന്നു.
പറഞ്ഞപ്പോഴാട്ട് എനിക്കും തോന്നിയത്. പിന്നെ ഷായിട്ടും പറയാറുണ്ട് എന്നോട് ഈർക്കിളി ചൂലോണ്ട് അടിക്കണ്ട, ഇങ്ങനത്തെ ഇത് ഉപയോഗിച്ചിട്ട് അടിക്കാനൊക്കെ. പക്ഷെ എനിക്ക് ഈർക്കിളി ചൂലോണ്ട് അടിച്ചടിച്ച് ആ ഒരു സ്പീഡ് ഇതുകൊണ്ട് കിട്ടണില്ല. അതാണ് ഞാൻ ഇതെടുക്കാതിരുന്നിരുന്നത്. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ ചൂലായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കിയാ നോക്കണ്ട, പറഞ്ഞ പോലെ നോക്കി പോണേ. എന്താ സ്പീഡ്, ഇതേപോലെയല്ലേ പാമ്പും കുട്ടികളെല്ലാം കെടുക്കുക. ഇത് ശരിയാ. കണ്ട, അപ്പൊ ആദ്യം നമ്മള് ചാണിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കണ്ടപ്പോ നമ്മള് ചവറിട്ട് കൊടുത്തു വിട്ടാ, അതിന്റെ മുകളിൽ മണ്ണിടും. അതെ, ഷായിട്ട് വന്നിട്ട് മണ്ണിടാൻ തുടങ്ങിയപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ ആദ്യം അവിടെ ഇവിടെയും കിടക്കുന്ന കുറേ ചവറുകളായിരുന്നു അടിച്ച് കോരി ഇവരെ കടക്കി കൊണ്ട് ഇട്ടത്. പിന്നെ ഷായിട്ട് വന്നപ്പോൾ പറഞ്ഞു, അതിൻ്റെ ചുറ്റും കിടക്കുന്ന ചവറുകൾ ആദ്യം അടിച്ച് ഇവരെ കടക്കിലേക്ക് കൂട്ടിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേറെ ചവറ് വാരിയിട്ടാൽ മതി എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കുറ്റിച്ചൂലാട്ട് എടുത്തത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് അടിക്കാനായിട്ട് മറ്റുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പം ഞാൻ വേഗം നമ്മുടെ കുറ്റിച്ചൂലുകൊണ്ട് വേഗം അടിച്ച് കൂട്ടി ഇടാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാകുമ്പോഴേ പെട്ടെന്ന് തന്നെ വേഗം പണികൾ എനിക്ക് അവിടെ ചെയ്ത് കഴിയുമ്പോൾ ഷായേട്ടൻ്റെ ഇവിടെയും ഓരോന്നിൻ്റെ കിടക്കൊക്കെ പെട്ടെന്ന് തന്നെ മണ്ണൊക്കെ ഇട്ട് കഴിയുമല്ലോ. നോക്കി നമ്മള് ചാനയുടെ കിടക്കില് വേണ്ട ചാന ഇട്ടിട്ട് അതിന്റെ മുകളില് ചവറിട്ട് മണ്ണിട്ട് വരുമ്പോഴേക്ക് നല്ലൊരു എന്താ പറയാ, കടക്കിലേക്കൊക്കെ നന്നായിട്ട് മണ്ണ് വേണ്ട ഇതേപോലെ ആക്കിയിട്ടാ. ഇപ്പുറത്ത് മണ്ണ് ഷായിട്ടിരുന്നത് ഞാൻ കാട്ടിത്തരാം. അപ്പൊ അറിയാം ആ ഒരു ഹൈറ്റ് എത്രത്തോളം വരുന്നുള്ളത്. അപ്പൊ നന്നായിട്ട് ചവറിടാം, കുഴപ്പമില്ല കേട്ടാ. ായിട്ട് ഞാൻ പോവാ. ഞാനും പോവാറായി. രണ്ടെണ്ണം കൂടി ഇട്ടിട്ട് പോവാ. ഇനി ഗ്യാപ്പുള്ള സമയത്ത് വന്നിട്ടാക്കാം. അപ്പൊ ഞാന് എന്താ പറയാ, ചേനയുടെ കിടക്കിയ ചവറും മണ്ണിടലൊക്കെ കഴിഞ്ഞു. ഷായിട്ടിന്റെ അല്ല, ചവറും മണ്ണല്ല, ചവറും ചാണൊക്കെ ഇട്ടു. ഇനിയിപ്പോ ഷായിട്ടിന്റെ മണ്ണിടണം. മണ്ണിപ്പോ ഇന്ന് തന്നെ ഒരു ദിവസം തന്നെ അല്ലാതെ ഇട്ട് കഴിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ചേന കൂടുതലുണ്ട്. അപ്പൊ പിന്നെ ഷായിട്ടൻ ഇടയിൽ നിർത്തി ഷായിട്ട് പണി സ്ഥലത്തേക്ക് പിന്നെ വീട്ടിലേക്കൊക്കെ ആയിട്ട് വരും. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ടായിട്ട് ഇത് മണ്ണിട്ട് കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം.
അയ്യോ പപ്പായ പൊട്ടിച്ചിട്ടില്ല, പപ്പായ പൊടുത്തൊക്കെ ഉണ്ട് നമ്മുടെ റെഡ്. ഞാൻ മറന്നു പോയിങ്ങ. അടുത്ത നമ്മള് നാളെ വരുമ്പോഴേക്കും പപ്പായ എന്തായാലും കൊത്തിപ്പോയേട്ടെ. കാരണം എന്താണെന്നറിയോ, ഒരു പപ്പായയാണ് നമ്മൾ കവറിട്ട് നിർത്തിണ്ടായിരുന്നല്ലോ. ഇത് ഇപ്പുറത്തുള്ളതൊക്കെ ചോന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓ എന്ത് ഭംഗിയാ നോക്കിയേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടി തന്നില്ലേ, ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അപ്പൊ ഞാന് ഇത് രണ്ടും ഒരു കവർ കൊണ്ടുവന്നിട്ട് പിന്നിടും. ഈ കവറ് ഈ ഒരാൾക്ക് ഇട്ട് കൊടുക്കും, ഈ ഒരാളായിട്ട് ഞാൻ പൊട്ടിച്ചു കൊണ്ട് പോണല്ലോ. കവർ ഇടുമ്പോഴേ നമ്മള് കണ്ട അടിയിലൊരു ഓട്ട വരണട്ടാ. കാരണം മഴയാണ്, അപ്പൊ വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞിപ്പോ. അപ്പൊ അടിയിൽ കൂടെ വെള്ളം പോകേണ്ട രീതിയിൽ കവറിന് ചെറിയൊരു ഓട്ട നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പൊ തന്നെ ഒരു കവർ കൂടി കൊണ്ടുവന്ന് ഞാന് മറ്റേ മഞ്ഞ കളർ കയറി ഇട്ട് കൊടുക്കൂട്ടാ. അപ്പൊ ഇനി പോവാ. ഇന്ന് നമ്മളുണ്ടല്ലോ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകി വാരി ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ വെള്ളത്തിൽ കുതിരായിരുന്നു കേട്ടാ. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് 3 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്കറിലാട്ടെ ബിരിയാണി വെക്കണേ. കുക്കർ ഒന്ന് ചൂടാവട്ടെ. കുക്കർ ചൂടായി. അപ്പൊ നമുക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പൊ ഞാനിതാ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാട്ടാ. അപ്പൊ അണ്ടിപ്പരിപ്പ് ഒരു ചോക്കേ കളർ ആവണ വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടാ. ചെറുതായിട്ട്, അതായത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ കേട്ടാ. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയും അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൂടുതൽ ഇടണമെങ്കിൽ ഇടാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു അളവ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് നോക്കാട്ടാ. നടു പൊളിച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ചെറുതായിട്ട് കണ്ട ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതാ മുന്തിരി ഇട്ട് കൊടുക്കും. മുന്തിരി ഇങ്ങനെ വീർത്ത് വരണട്ടാ. അപ്പൊ നമുക്ക് ഇതിന്ന് കോരിയെടുക്കാം. ഇതാ മുന്തിരിയൊക്കെ ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്ന് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഒരു 5 ടീസ്പൂണിന്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബോള ഉണ്ടല്ലോ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ ആക്കി കുറച്ച് സബോള നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 4 സബോളയായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള സബോളയാണ്. അപ്പൊ അതിന്റെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടാ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമുക്ക് ഈ സബോളനെ ആക്കിയെടുക്കണം. നമ്മുടെ അല്ലുത് അവിടെ കിടക്കുന്നുണ്ടാ, നമ്മുടെ തൊട്ടന്നപ്പുറത്ത്. അപ്പൊ നോക്കിയേ, ഇതേപോലെ നമ്മുടെ സബോള ഈ ഒരു കളർ കണ്ട ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അപ്പൊ നോക്കിയേ കണ്ട നമ്മുടെ സബോളയുടെ കളറ് ഇതേപോലെ. ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടി ഇത് മൊരിയൂട്ടാ. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഞാൻ തീ ഇപ്പൊ കത്തിക്കണില്ല. അപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണ നല്ല ചൂടിലാണ് ഇരിക്കണേ. ഈ കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ട്. ഇനി ഇതിലാണ് നമ്മുടെ ഈ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടാ. നമ്മൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അവിടേക്ക് മുളക് പൊടി, 1/4 ടീസ്പൂണിന്റെ അവിടേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണിന്റെ അത്രേനെ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിരിക്കുണ്ടല്ലോ നമ്മുടെ ഈ മുട്ട അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തിങ്ങനെ കുത്തി കൊടുക്കാട്ടാ.
എന്നിട്ട് നമുക്കിതാ മുട്ട ഒന്നിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പും പൊടിയിലും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മുട്ടയുമാവുന്ന രീതിയിൽ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഗ്യാസ് കത്തിക്കാം കേട്ടാ. മുട്ടയെ നമ്മള് ബിരിയാണിയിലൊക്കെ ഇടുമ്പളേ ഉടഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് മുട്ടേനെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ കേട്ടാ. ഒരു 3 മിനിറ്റ് നേരം നമ്മളിതാ മുട്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് ഈ മുളക് പൊടിയിലൊക്കെ മസാലയിലൊക്കെ ആവേണ്ട രീതിയിൽ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ പകുതി സവാളയിൽ നമ്മൾ മുന്നെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കിയുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കും. സവാള നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം കേട്ടാ. പിന്നെ നമ്മൾ സവാളയ്ക്ക് നല്ല കണ്ണം കുറവിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഇതേപോലേക്ക് നമ്മൾ വറുത്തെടുക്കണമെങ്കിൽ നല്ല കനം കുറവിൽ വറുത്തെടുത്താൽ മാത്രമാണ് ഇതേപോലെ നല്ല എല്ലാതും ഓരോ കളർ പോലെ നമുക്ക് ആയി കിട്ടുള്ളൂ കേട്ടാ. സവോള ഇട്ടിട്ട് നോക്കിയേ, സവോളയുടെ ഒരു മധുരരസം ആവണ ഒരു പാകുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് നന്നായിട്ട് ചതച്ചത്, അതേപോലെ ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത് തന്നെയാണ്. പിന്നെ ഇതാ ഒരു സവോള അല്ല ഒരു പച്ചമുളക് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും എന്താ പറയാ നമ്മുടെ വെളുത്തുള്ളിയുടെയും ആകെ ഒരു മറിവ് പോലെ എല്ലാം ഒരു പച്ചക്കുത്ത് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മളിതില് പ്രത്യേകിച്ച് സവോളയൊക്കെ ഇട്ട സമയത്ത് നമ്മള് വെളിച്ചെണ്ണയൊന്നും പിന്നെ കൂടുതലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോ എന്താ പറയാ തീ കുറവിലിട്ടിട്ട് ആക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റൂട്ടാ. നമ്മൾ ആ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇഞ്ചിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു പച്ചക്കുത്തുണ്ടല്ലോ അത് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കിയേ, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി ആയിരുന്നു കേട്ടാ. നല്ല വലിപ്പമുള്ള തക്കാളി തന്നെയായിരുന്നു. തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കതിര് കറിവേപ്പില. അപ്പൊ തക്കാളി ഇട്ടിട്ട് കൂടുതൽ വഴറ്റണ്ട, ആകെപ്പാട് 1 മിനിറ്റ് ഒന്നും അങ്ങനെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. അപ്പൊ തക്കാളിയൊക്കെ ഇട്ടതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ കുറവിലായിട്ടാ തക്കാളിയൊക്കെ ഇട്ട സമയത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ അധികം പുളിയില്ലാത്ത തൈര്. അപ്പൊ ഒരു 1/4 ഗ്ലാസോളം തൈരുണ്ട്, നന്നായി ഉടച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ തൈരിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നോക്കിയ 1 ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ തീ കൂട്ടി വെക്കാനിട്ട് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മള് വറുത്ത് വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ അതിൽ നിന്നിതാ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുതിനയില, പിന്നെ നമുക്ക് മല്ലിയില, അതേപോലെ തന്നെ നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തന്നെ ശരിക്കും നമ്മുടെ എന്താ പറയാ ബിരിയാണിയുടെ മണം വന്നു, ഇത്രയും സാധനങ്ങളായപ്പോ തന്നെ കേട്ടാ. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. ഇപ്പോഴൊക്കെ തീ കൂട്ടിയിട്ടാ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതാ 2 ടീസ്പൂണ് മുളക് പൊടി, നല്ലോണം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കേട്ടാ, അതൊരു 1/2 ടീസ്പൂണ്. നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നന്നായിട്ട് ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടാ. നമ്മളിതാ പൊടികളൊക്കെ ഇട്ടതാ പച്ചക്കുത്ത് പോയിട്ടുണ്ട് കണ്ട, നല്ലൊരു കളറും വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഈ അരി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ അരി എടുത്തോങ്ങനെ അതിന്റെ
1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാട്ടാ. അപ്പൊ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 4.5 ഗ്ലാസ് വെള്ളം നമ്മൾ അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതാ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നോക്കുക, നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ ചാറൊന്ന് നമ്മളൊന്ന് നോക്കി നോക്കാട്ടാ. അപ്പൊ ഈ ചാറിൽ നമ്മൾ ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണം. അപ്പൊ അരി ഇടുമ്പോ പാകമായി. കൂടുതലല്ല, പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പൊ ഞാനത് തുണ്ടും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിൽ ഉപ്പ് മുന്നിൽ നിന്നാ മതി, അതാണ് കേട്ടോ പാകം. പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കിയേ, ഒരു ബേ ലീഫ് അത്യാവശ്യം വലുതായിരുന്നു, അപ്പൊ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കോലം, 4 ഗ്രാമ്പു, 2 ഏലക്കായ, 2 കറുകപ്പട്ട. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരമുറി, അരമുറിയല്ല, നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി നീരാട്ടാ. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം നോക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ അരി വെള്ളമൊക്കെ വാറ്റി നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഞാനിതാ തീ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടാ. ഇനി തീ കുറയിൽ വെക്കണ്ട. മുട്ട വെച്ചെടുക്കാം. പിന്നെ നമ്മുടെ സവാള ഉണ്ടല്ലോ, അതാ എല്ലാം അതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണ്ട്. കോഴികളൊന്ന് കാര്യമായിട്ട് കൂവുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇതാ മല്ലിയില. പിന്നെ ഇതാ പൊതിന. ഇനി ഒന്ന് തളങ്ങനെ വരട്ടേട്ടാ. തിളച്ചതിന് ശേഷമാണ് നമ്മളിത് മൂടി വയ്ക്കുള്ളൂ. തള വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് നോക്കി നമ്മൾ അതിലേക്ക് ഇതാ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കിത് ഒരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. എന്നിട്ട് നമുക്കിതാ മൂടി വയ്ക്കാം. ഇനിയിപ്പോ ഒരു വിസിൽ വന്ന് അപ്പൊ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ ടയറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ. ഒരു വിസിൽ വന്നു, നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഇതിലത്തെ എയറൊക്കെ പോയി കഴിയട്ടെ. നമ്മുടെ കുക്കർ ഇതാ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടാ. നോക്കിയേ, ഇതേപോലെയാണ് ഇരിക്കണേ. അപ്പൊ നമുക്കിതാ കണ്ടാ നമ്മുടെ ചോറ് നല്ലതേ ഒലർന്ന് തന്നെ ഇരിക്കും കേട്ടാ. കട്ടൊന്നും കുത്തില്ല, ഇതേപോലെയാണ് ഇരിക്കുക. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഷായിട്ടിനെ വിളിച്ചിട്ട് പറ്റാട്ടാ. നോക്കിയേ, നല്ല നമ്മൾ ഇങ്ങനെ എടുക്കണം കേട്ടോ അടിയിന്ന്. എന്താ അപ്പൊ ചോറ് വെക്കണ്ട, കട്ടൊന്നും കുത്താണ്ട് നല്ല പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ കിട്ടും. കാണാനുള്ളൊരു ഭംഗി നോക്കിയേ. എന്താ രസം, നല്ല തന്നെ. എന്താ ഇതെന്നാ അടിപൊളി തന്നെയാ.
ഉണ്ണികൾക്കൊക്കെ നല്ലതാട്ടാ. സ്കൂളിലേക്കൊക്കെ പോകുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും ഇങ്ങനെ. ഭയങ്കര രസമായിട്ടുള്ള ബിരിയാണി കേട്ടാ, മുട്ട ബിരിയാണി എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? ഒറ്റയ്ക്ക് പഠിക്കാനുള്ളതല്ലോ എനിക്ക്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. അത്ര രസമായിട്ടുള്ള ബിരിയാണി കേട്ടാ, എത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.